കൂട്ടുകാരെ, നമുക്കിന്ന് കുട്ടികൾ വൈകുന്നേരത്ത് സ്കൂളിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റവ പാൽപ്പൊടി അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാൻ അതിനു വേണ്ടി 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കത്തിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവ ഇട്ടിട്ട് വറുത്തെടുക്കാം. റവ വറുക്കുമ്പോൾ വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ മക്കളെ. ഒന്ന് വറന്ന് പൊരിഞ്ഞ് വന്നാൽ മതിയേ. നെയ്യ് എല്ലായിടത്തും പെടുന്ന പോലെ ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ റവ നെയ്യിൽ കിടന്നൊന്ന് വറന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പം തന്നെ ഈ റവയിൽ മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി റവേനൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ പാലൊക്കെ റവ കുടിച്ച് കണ്ടില്ലേ, നല്ല കട്ടിയായി വരുന്നുണ്ട്. നമുക്കിത് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കണം. ആ ഉരുട്ടണ പരുവാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പം നമ്മുടെ റവ നന്നായിട്ട് വെന്ത് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഉരുട്ടിയെടുക്കാം. നല്ല ചൂടാറാൻ പാടില്ല, ഒരു ചെറിയ ചൂട് വേണം കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാം. ഇച്ചിരി എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടാം. കണ്ടില്ലേ, ഗുലാബ് ജാമുന് ഉരുട്ടിയതുപോലെ ഉണ്ട്. ഇനി ഇതേപോലെ എടുത്ത് എല്ലാം അത് നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഇതൊക്കെ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒരേ വലുപ്പത്തുക ഉരുട്ടിയത്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിൽ 1/2 കപ്പ് പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി ഇടാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇവിടെ ഇരുന്നോട്ട്. കണ്ടില്ലേ, ഒരു കട്ടിയൊന്നുമില്ല. നമുക്കിനി ചട്ടിയിലേക്ക് 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. മൊത്തം 3 കപ്പ് പാലാണ് കേട്ടോ മക്കളെ. അതിൽ 1/2 കപ്പ് പാലിലാണ് നമ്മൾ കോൺഫ്ലവർ പൊടി കലക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിതിൽ 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കത്തിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏലക്കപ്പൊടിയുടെ പകരം വാനില എസൻസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവും. ഏലക്കപ്പൊടി ഇടുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഉണ്ടാവും. അത് ഏത് ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ പൊടിയും പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് കലക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇപ്പം നമ്മുടെ പാലൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടി വെച്ച ബോളുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇത് ഇളക്കുമ്പോൾ മെല്ലെ വേണം ഇളക്കാൻ കേട്ടോ. അതില്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇനി നമുക്കൊന്നുകൂടി ചെറുതായിട്ട് തീ കത്തിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് വല്ലാതെ കുറുകാൻ പാടില്ല. ചെറിയ കട്ടിയായ ഉടനെ ഇറക്കി വെക്കണം. അതില്ലെങ്കിൽ ചൂടാറുമ്പോൾ നല്ല കട്ടിയായി പോവും. അങ്ങനെ നമ്മുടെ റവ കൊണ്ടുള്ള പാൽപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ റവ
പാൽപ്പൊടി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല നമ്മുടെ ഗുലാം ജാമു പോലെ ഉണ്ട്, കണ്ടില്ലേ? ആ ബോളുകൾ കണ്ട അങ്ങനെ ഉണ്ട്. നമ്മുടെ ഗുലാം ജാമു പോലത്തെ നമ്മുടെ റവ പാൽപ്പിടി റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വൈകുന്നേരത്തൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.